സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ഹൽവ, അതായത് മാങ്ങ കൊണ്ടുള്ള ഹൽവയാണ്. ഈ മാങ്ങോ ഹൽവയൊക്കെ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് വളരെ ഈസിയാണ്. ഇപ്പം ഞാൻ 4 മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. മറ്റേ മാങ്ങിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ല. അത് കാര്യം കൊണ്ട് മൂവാണ്ട മാങ്ങ ആ മൂവാണ്ട മാങ്ങ നമ്മൾ പ്യൂറയാക്കി മാറ്റണം. അതായത് അതിനെ അരച്ച് അതിനെ ഇതാക്കിയിട്ട് പ്യൂറെ ആയിട്ട് എടുക്കണം. കേട്ടോ, നമ്മൾ മാംഗോ പുഡിങ് ഉണ്ടാക്കി മിക്സ് ചെയ്യുന്നതാണ് അതിൻ്റെ. മാംഗോ പ്യൂറെ ഉണ്ടാക്കി നല്ലപോലെ സോഫ്റ്റായിട്ട് അരച്ചു. ഇതാ കണ്ടോ, മാംഗോ പ്യൂറെ ഉണ്ടാക്കി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം വെച്ചാൽ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക. ആ പാത്രത്തിൽ ഇത് ചക്ക വരട്ടുക മാങ്ങ വരട്ടുക പോലെയാണ് കേട്ടോ. അതായത് നെയ്യ്, കുറച്ച് നെയ്യ് ഇതിന് 4-5 ടീസ്പൂൺ നെയ്യ് വേണം കേട്ടോ. നെയ്യ് നല്ലോണം വേണം ഹൽവ ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കോൺഫ്ലവർ കലക്കി എത്ര ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കാം കേട്ടോ. കുറച്ച് കോൺഫ്ലവർ കൂടിയോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം, കോൺഫ്ലവർ എടുക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് വെള്ളത്തിൽ കലക്കി കട്ടകൾ പാടില്ല. കോൺഫ്ലവർ വിസ്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് അടിച്ചാൽ കൂടുതൽ വേണം. നെയ്യ് ഇതിൽ കുറച്ച് കഴിച്ചിട്ടുണ്ട്. ആ നോൺ സ്റ്റിക്ക് ചൂടാവട്ടെ കേട്ടോ. ഇന്ന് ചൂടാവട്ടെ. മാങ്ങയുടെ പ്യൂരയിൽ ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നെയ്യിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കി, ഇതിന് ഇളക്കലാണ് എല്ലാ കാര്യങ്ങളും. പഞ്ചസാര ഹൽവ ആയ കാരണം നല്ലോണം പഞ്ചസാര വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു 5-6 ടീസ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട്. അത് നിങ്ങൾ മധുരം അനുസരിച്ച് ഇട്ടോ. ഹൽവ ആകുമ്പോൾ നല്ല മധുരം വേണം. അപ്പോൾ ആകെ 8 ടീസ്പൂണാണ് കേട്ടോ കിട്ടുന്നത്. അത് കുറേശ്ശെ ആയിട്ട് ചേർക്കണം. അത് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ കോൺഫ്ലവർ നല്ലോണം ഇളക്കി നോക്കണം. അസലായിട്ട് ഇളക്കി നല്ല ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം അതിനെ ചേർക്കാൻ. കോൺഫ്ലവർ ചേർക്കാൻ പോകട്ടെ. കുറേശ്ശെ ആയിട്ട് ചേർക്കാം. ഇത് പാലൊന്നുമില്ല, ഹൽവയിൽ ഉണ്ടാക്കണം. നമ്മുടെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. 1 മിനിറ്റ് 1 സെക്കൻഡ് പോലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നെയ്യ് ചേർക്കാം. ടീസ്പൂണ് പോലും എടുത്തിട്ടില്ല. അങ്ങനെ ചേർക്കാം. നെയ്യ് ആവശ്യമാണ് അതിന്. അത് കാരണം കൊണ്ട് മാങ്ങ ചക്ക വരട്ടുന്ന പോലെ ഇല്ലേ മാങ്ങി, അതുകൊണ്ടാണ് നെയ്യ് ചേർക്കണം. ഏതാണ്ട് ഉരുണ്ട് വന്നോടെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കും. ശരിയാക്കാം കേട്ടോ. നല്ലപോലെ വന്നു. ഇനി അത് ഒരു പാത്രത്തിലിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ് മുറിച്ച് ഏലക്കായ പൊടിച്ച് ചേർക്കണം. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ യാതൊരു വിധവുമില്ല. അണ്ടിപ്പരിപ്പ് ചേർക്കാം, ബദാം ചേർക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കണത് ആകെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ. ബദാമൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ കൊണ്ട് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഏലക്കായുടെ മണികൾ ഇട്ടു കേട്ടോ. ഏലക്കായ ഞാൻ പൊടിച്ച് ചേർത്തിട്ടില്ല. ഇട്ടു അതിൽ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ അത് 4 അരി ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ അരിയാം. ഒരു തുള്ളി നെയ്യുണ്ടോ ട്രേയിൽ, ഇതിലാണ് നമ്മൾ ഹൽവ പകർത്തുന്നത്.
അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ച് നെയ്യ് പരത്തി കൊടുക്കണം. എന്നിട്ട് പിന്നെ ഡെക്കറേഷനുള്ള അണ്ടിപ്പരിപ്പ് ഇവിടെ ഇട്ടു. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ. ബദാമോ വേറെ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അധികമൊന്നും ചേർക്കില്ല. ഇത് ഇപ്പോൾ ട്രേ തയ്യാറായി കേട്ടോ. ഇനി ഈ ട്രേയിൽ നമുക്ക് ഇത് ഇടാം. എല്ലാ വശവും വിട്ടുപോരും. അപ്പോഴേ നല്ല പോലെ ഉരുണ്ട് വന്നു. ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് പറയാം കേട്ടോ. നിറമൊക്കെ കുറവാണ്, മഞ്ഞ നിറം. ഇതിലൊന്നും ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ പ്യുവർ ആയിട്ടുള്ള സാധനമാണ്. ഇത് നല്ല സ്വാദുള്ള ഹൽവയായിരിക്കും. നോക്കിക്കോളൂ, നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. മാങ്ങ കൊണ്ട് ഹൽവ. വീട്ടിൽ മാങ്ങകളൊക്കെ വെറുതെ കളയുമ്പോൾ അതുകൊണ്ട് ഹൽവ ഉണ്ടാക്കാം. ഇപ്പോൾ എന്ത് വേണമെങ്കിൽ കേട്ടോ. ഞാനൊന്നും അധികം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഹൽവയിൽ എന്ത് വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഹൽവ തയ്യാറായി നോക്കൂ. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഒന്നുകൊണ്ട് തൊട്ടില്ല. അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാഷ്യൂനട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബദാം ഇടാം, നിങ്ങൾക്ക് പിസ്ത ഇടാം, എന്ത് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചെയ്യാം. ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. കുറേ നാൾ കേടുവരാതിരിക്കുകയും വളരെ പ്യുവറായിട്ടുള്ള ഹൽവയാണ്. വളരെ ടേസ്റ്റുള്ള ഹൽവയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരിലേക്ക് എത്തിക്കണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോഴേ ഇത്ര ഈസി ആയിട്ട് മാംഗോ ഹൽവ ഉണ്ടാക്കണം നിങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുക. അപ്പം അതാണ് എൻ്റെ റിക്വസ്റ്റ് ഉള്ളത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും പഠിക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും മാംഗോ ഹൽവ തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, വയസ്സായവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഷുഗർ പേഷ്യൻസ് തിന്നാൻ പാടില്ല.